ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാൽ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു എപ്പിസോഡായിരുന്നു. നമ്മുടെ രാഘവൻ നായർ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് പല വണ്ടികളും വന്നിടിക്കാൻ നോക്കുന്നു. ആ സമയത്ത് രോഹിത് അതിലേ വരുന്നു. രോഹിത് അപ്പം അച്ഛ എന്ന് വിളിച്ച് അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛനെ കൂട്ടി ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകണം. അപ്പം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, എന്നെ ഇവിടെ കൊണ്ടുപോകാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ വാ അതൊക്കെ പറയാമെന്ന് പറയുന്നു. അങ്ങനെ രോഹിത് രാഘവൻ നായരെ രക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നൂറിന് സഹായത്തിനായി അനൂപ് കൂടെയുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയ നസീറിനെ ചന്ദ്രബോസ് വെറുതെ വിടുന്നു. കാരണം ചന്ദ്രബോസിൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണെന്നും പറഞ്ഞിട്ട് പരാതികളൊന്നുമില്ല, വെറുതെ വിട്ടേക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അവരെ വിടുകയാണ്. അങ്ങനെ നസീർ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. അപ്പം നൂറിനോട് വീണ്ടും തട്ടിക്കയറുന്നു. പുറത്ത് അനൂപിനെ കണ്ടതും നമ്മുടെ നസീറിൻ്റെ സ്വഭാവം മാറുന്നു. അങ്ങനെ അനൂപുമായിട്ട് വാക്തർക്കങ്ങൾ ഉണ്ടാകുന്നു, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അനൂപ് പറയുന്നു, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വന്നതല്ല, ഇതൊരു ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് മാന്യമായിട്ട് പെരുമാറാൻ പറയുന്നു. അപ്പം നമ്മുടെ നസീർ അതൊന്നും കേൾക്കുന്നില്ല. വീണ്ടും അവൻ്റെ മുകളിലോട്ട് തട്ടിക്കയറുന്നു. അവൻ്റെ കൈ പിടിക്കുന്നു. നിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ പറയാൻ പറയുന്നു. അതേ സമയത്താണെങ്കിലും നമ്മുടെ ശാലിനിയും വിഷ്ണുവും അച്ഛനെ പറ്റി സംസാരിക്കുകയാണ്. അച്ഛനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, കാരണം അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിക്കണം, ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് ശാലിനി പറയുകയാണ്. ഇത് വല്ലാത്തൊരു ആപത്തിലേക്കാണ് ചെന്നുപെടുന്നത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അച്ഛന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുള്ള കാര്യം വിഷ്ണുവും ശാലിനിയും സംസാരിക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ ശാരദയുടെ അടുത്ത് നമ്മുടെ അനൂപ് ചെല്ലുന്നു. അങ്ങനെ വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എനിക്കൊരു പെണ്ണെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ ശാരദ ചോദിക്കുന്നു, നമ്മുടെ കൂട്ടരാണോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ അനൂപ് പറയും, അല്ല നമ്മുടെ കൂട്ടരല്ല എന്ന് പറയും. അപ്പോൾ ചോദിക്കുക ആരാന്ന് ചോദിക്കുക. അപ്പോൾ പറയും അത് വേറെ ആരുമല്ല, അത് നൂറാണെന്ന് പറയും. അപ്പോൾ ഇത് കേട്ട ശാരദയ്ക്ക് പെട്ടെന്ന് എന്താ പറയേണ്ടതെന്നില്ലാത്തൊരു അവസ്ഥയാണ്. കാരണം എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയാണ്. കാരണം ആ കല്യാണമൊക്കെ നടന്നാൽ അതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്കറിയാം. കാരണം അവൻ്റെ അമ്മയും ഇവരെ വെറുതെ വിടത്തില്ല. അതുകൊണ്ട് ശാരദ അത് കേട്ടിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ രോഹിത്തും അവിടെ കുടുംബശ്രീയിലേക്ക് വരികയാണ്. അങ്ങനെ ശ്യാമയോട് സംസാരിക്കുന്നു. ശ്യാമയോട് തൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എനിക്ക് നന്നാകണം, അതിന് പക്ഷെ നീ എൻ്റെ കൂടെ വേണം, നീ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്യാമയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം രോഹിത്ത് തന്നെയാണോ ഇത് പറയുന്നത് എന്താണെന്നുള്ള കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ രോഹിത്ത് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, നീ എൻ്റെ കൂടെ തന്നെ വേണം, എനിക്ക് നിന്നെ വേണം, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നന്നാകും എന്നുള്ള രീതിയിൽ പറയുകയാണ്. അത് ശ്യാമ വിശ്വസിക്കുകയാണ്. അങ്ങനെ ശ്യാമ രോഹിത്തിൻ്റെ കൂടെ പോകുന്നതായിട്ട് കാണിക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാവും. പോകുമോ ഇല്ലേ എന്നൊക്കെ. ഇങ്ങനെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.